ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു BR സ്ക്വാഡ് കളിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ടീമേറ്റൊന്നുമല്ല, വേറെ എവിടത്തെയോ ആൾക്കാരാണ് എൻ്റെ ഒപ്പം കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബൂയി അടിക്കാൻ പറ്റുമെന്നാണ്. ഞാൻ ഇന്നേ വരെ ബൂയി അടിക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല ഗൈസ്. കാരണം ഞാൻ ബൂയി അടിക്കുന്ന പാതി വീഡിയോ എടുക്കാൻ മറന്നുപോവാണ് ഗൈസ്. സത്യം പറയാലോ, ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും, എന്നിട്ട് പാതി വെച്ചിട്ട് എൻ്റെ കൈ കൊണ്ടത് ഓഫായി പോകും ഗൈസ്. അപ്പോൾ പാതി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അവസാനമാക്കുന്ന വീഡിയോ, ജയിക്കുന്ന ബൂയി അടിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് എനിക്കതിടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തു പറയുന്നു, ഇന്ന് ഞാൻ ബൂയി അടിച്ചിരുന്ന വീഡിയോ ആണ് ഇടാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന സൊളാറ മാപ്പാണ്. പിന്നെ സ്ക്വിഡ് ഗെയിം ഇവൻ്റ് തന്നെയാണ് ഗൈസ്. അപ്പോൾ പുതിയ ഇവൻ്റ് 30-ാം തീയതി കണ്ട് വരുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ അത് നമ്മുടെ നറൂട്ടോ ബണ്ടിലിൻ്റെ ഓരോ പാർട്സായിട്ട് 4 അപ്ഡേറ്റ് എങ്ങാണ്ട് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ബൂയി അടിച്ചിരിക്കും ഗൈസ്. ഞാൻ ഇത്ര നാൾ ഇട്ടേക്കുന്ന വീഡിയോയിൽ ബൂയി അടിക്കുമെന്ന് പറഞ്ഞിട്ട് സെക്കൻഡിൽ വരുമ്പോൾ ചാകും. ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. അതിനകത്ത് രണ്ടാമത്തെ കളിയിൽ വെച്ചിട്ട് ഒരാളേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ 2 ടീംമേറ്റ് ഉണ്ടായിട്ട് ഞാൻ ഗ്ലൂ വാളിട്ട് മാറിപ്പോയി, അങ്ങനെ തോറ്റിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുറേ തോറ്റിട്ടുണ്ട്. അപ്പോൾ ബൂയി അടിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇത് ഞാൻ ബൂയി അടിച്ച് കാണിച്ചിരിക്കും ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയേക്കുന്ന സ്ഥലം ഞാൻ നോക്കിയില്ല ഗൈസ്, ഏതാണെന്ന് നോക്കിയില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കുതിരയൊക്കെയുള്ള സ്ഥലമാണ് ഗൈസ്, അതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഞാനൊരു ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. ഏത് ഗണ്ണാണ് എടുക്കുന്നത് ആ ഗണ്ണ് വെച്ചിട്ട് തന്നെ കളിക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ആദ്യം എടുത്തേക്കുന്ന ഗണ്ണ് തോംസൺ ആണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് SMG ആമോ ഇല്ല ഗൈസ്, SMG ആമോ ആണ് തോംസൺ. അപ്പോൾ അതേ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ തന്നെ വേറെ ഗണ്ണ്, അതായത് VSS ഉണ്ട്, വെക്ടർ ഉണ്ട്, അങ്ങനെ കുറേ ഗണ്ണുണ്ടല്ലോ ഗൈസ് SMG വെച്ചിട്ട്. അപ്പോൾ അതെടുക്കുക. ഞാനിപ്പോൾ AUG ആണ് രണ്ടാമത് കിട്ടിയത്, അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു സ്നൈപ്പറും ഉണ്ട്, അതും എനിക്ക് മാറ്റണം ഗൈസ്. പിന്നെ എനിക്ക് എല്ലാം കൂടി വെച്ചിട്ട് കളിക്കാൻ പറ്റുമോ നോക്കണം ഗൈസ്. അപ്പോൾ SMG ആകും കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ബാക്കിയുള്ള കണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ട്. ARM ഞാൻ എടുക്കുന്നില്ല ഗൈസ്, കാരണം ആദ്യം എടുത്തേക്കുന്ന കണ്ണ് ഞാൻ SMG ആണ്. അപ്പോൾ SMG വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എടുക്കാൻ പറ്റുമോ നോക്കണം ഗൈസ്. അപ്പോൾ SMG ബുള്ളറ്റിന് തപ്പലാണ് ഗൈസിൻ്റെ അകത്ത് ഏറ്റവും കഷ്ടപ്പാട്. ഒന്നെങ്കിൽ VSS കിട്ടണം, അല്ലെങ്കിൽ വെക്ടറൊക്കെ വെച്ചിട്ട് ദൂരത്തേക്ക് അടിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ ഒരു ഇത് പറയട്ടെ ഗൈസ്, SMG നമ്മുടെ ഷോർട്ട് ഗണ്ണിനെ പോലെയാണ് ഗൈസ്. അതായത് അടുത്ത് വരുന്നവരെ അടിക്കാനാണ് കൊള്ളത്തുള്ളൂ. പിന്നെ ARM ആണ് ദൂരത്തേക്ക് അടിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ്? അത് നമ്മുടെ ARM ബുള്ളറ്റ് ആയിട്ടുള്ള SKS G36, എനിക്ക് G36 ആണ് കിട്ടിയത്. പിന്നെ AUG, അതായത് ഒഗസ്റ്റീൻ, അങ്ങനത്തെ കണ്ണൊക്കെ ദൂരത്തേക്ക് അടിക്കും. വെക്ടറും അത് തോംസണും MP40 ഒക്കെ അടുത്ത് വെക്കുന്നവരാണ് അടിക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ ഈ കോർഡ് SMG ആമോ എന്ന് പറഞ്ഞ എടുത്തതാണ് ഗൈസ്. പക്ഷെ നോക്കിയപ്പോഴാണ് അത് ARM ആമോ ആണെന്ന് ഞാൻ കണ്ടത്. അപ്പോൾ അതിന് പറ്റില്ലല്ലോ, അപ്പോൾ അത് കളഞ്ഞു. പിന്നെ നമുക്ക് വേറെ ഗണ്ണ് കിട്ടാത്തതുകൊണ്ട് ഈ ഗണ്ണ് വെച്ച് തന്നെ ഓടാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും MP5 കിട്ടും ഗൈസ്. അപ്പോൾ MP5 എടുക്കാമെന്ന് കരുതി MP5 എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ MP5 ലെവൽ 2 ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ലെവൽ 2 മാറ്റി ലെവൽ 3 ആക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ വെൻഡിങ് മെഷീനിൽ തപ്പിപ്പോയിട്ട് നമുക്ക് ഇത് ലെവൽ 3 ആക്കാം ഗൈസ്. അപ്പോൾ വെൻഡിങ് മെഷീനിൽ തപ്പിപ്പോലാണ് എനിക്ക് പാട്, കാരണം ഈ ഭാഗത്ത് എവിടെയോ ആണ് ഒരു വെൻഡിങ് മെഷീൻ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി എടുക്കാം ഗൈസ്, പേടിക്കണ്ട, നമുക്ക് വേഗം എടുക്കാം. എന്നിട്ട് എനിമീസിനെ പോയി കാച്ചണം, ബൂയി അടിക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യമുള്ളൂ ഗൈസ്. അപ്പോൾ എനിക്ക് ഒരാൾ ചലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, CS-ൽ, അതായത് 12-8 കില്ലും കൊണ്ട് അടിക്കാൻ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടേക്കാം ഗൈസ്, നിങ്ങൾ കാണണം കേട്ടോ. എനിക്ക് ഒരാൾ ചലഞ്ച് തന്നതാണ്, അപ്പോൾ ഞാനതൊന്ന് ഇട്ടേക്കാം. പിന്നെ 12 കില്ല് കുറച്ച് പാടാണ്, അതുകൊണ്ട് ഞാൻ ശ്രമിക്കാം ഗൈസ്. കാരണം 8 കളിയെങ്ങാണ്ടുള്ളൂ, അതിനകത്ത് കറക്റ്റായിട്ട് ഗൈസ് VSS ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ VSS-ഉം പിന്നെ MP5-ഉം എടുത്തിട്ടുണ്ട് ഗൈസ്. MP5 മാക്സ് ആക്കിയില്ല, ഞാനത് പിന്നെ ആക്കാമെന്ന് കരുതി. പിന്നെ ഇത് കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു ഗൈസ്, M590. എൻ്റെ മോൻ, ഇത് എവിടെ കണ്ടാലും ഞാൻ എടുക്കുന്ന ഒരു ഗണ്ണായിരുന്നു ഗൈസ്. ഇന്ന് ചലഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിന്നെ ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ തന്ന ചലഞ്ചാണ് ഗൈസ്. ഏത് ഗണ്ണാണ് എടുക്കുന്നത് അതാ ഉണ്ട വെച്ചിട്ട് തന്നെ എനിമീസിനെ തീർക്കുക, ബൂയി അടിക്കുക എന്നത് അവൻ തന്ന ചലഞ്ചാണ്. അപ്പോൾ നമുക്കത് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, എനിമീസിനൊക്കെ കിട്ടുമെന്ന് നോക്കണ്ടേ. അപ്പോൾ അവിടെ ഏതോ എനിമീസിനെ ഞാൻ സ്പോട്ട് ചെയ്തതുപോലെ കണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ കയറി ചെല്ലാൻ വരിക. ഇപ്പോൾ VSS കൈ പിടിച്ച് ചെല്ലാമെന്ന് കരുതി. 294 എണ്ണം ഉണ്ട്, പിന്നെ വെറുതെ കയറി ചെന്നത് 3 രണ്ടല്ലേ ഗൈസ്. അപ്പോൾ 294 ഉണ്ട് ടോട്ടലായിട്ട് കേട്ടോ, SMG ആമോ മാത്രമായിട്ട്. അപ്പോൾ എനിക്ക് മാക്സ് ആക്കാൻ പറ്റിയിട്ടില്ല. മാക്സ് ആക്കുന്നത് കാശായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിന് ചെന്ന് മാക്സ് ആക്കാം.
ഞാൻ നേരത്തെ VSS ഒക്കെ അവിടെ കണ്ടതുകൊണ്ടാണ് ഇത് വാങ്ങിക്കാൻ പോയത്, പിന്നെ മറന്നുപോയി. പിന്നെ വേറെ എന്തൊക്കെയോ ഇൻഹീലർ വാങ്ങിച്ച്, സ്കോപ്പ് വാങ്ങിച്ച്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച്, അപ്ഗ്രേഡ് ചിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി വേറെ ഒന്നും വാങ്ങിക്കാൻ കാശില്ല. അപ്പോൾ അത് മാക്സ് ആക്കിയിട്ടുണ്ട്. ഇനി പേടിക്കേണ്ട ഗൈസ്, ഇനി എല്ലാത്തിനും അടിച്ച് ഉറക്കാം ഗൈസ്. എനിമീസിനെ കണ്ടാൽ തീർക്കും. കാരണം VSS ലോങ് റേഞ്ച് ഉണ്ട്. SMGയിൽ കുറച്ച് ലോങ് റേഞ്ചായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന VSS ആണ് ഗൈസ്. പണ്ട് എനിക്ക് VSS കൈ കൊണ്ട് തൊടുന്ന ഇഷ്ടമല്ല ഗൈസ്, കാര്യമായിട്ടും പറഞ്ഞതാണ്. VSS അടിച്ചാൽ എനിമി ചാവൂല. ഇപ്പം നല്ല നമ്മുടെ MP40 അടിക്കില്ലേ, അതേ രീതിക്ക് അടിക്കാൻ പറ്റും ഗൈസ് നമ്മുടെ ഇപ്പോൾ VSS കൊണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, പറ്റുന്നത്ര വേഗം ദൂരെ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ മുകളിലത്തെ പിഗ്ഗി ബാങ്ക് നിറയുന്നുണ്ട് ഗൈസ്. അത് നിറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ പേരുണ്ട് ഗൈസ്, അക്ഷയ് റോയൽ ജപ്പൊന്നുവൻ. അപ്പോൾ ദേണ്ട ഒരു എനിമി. അപ്പോൾ അവനെ നമുക്ക് ഒന്ന് കാച്ചാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ അവനപ്പോഴത്തേക്കും സാൻഡിനോട്ട് കയറി ചെന്ന് ഗൈസ്. അപ്പോൾ അവനിട്ട് 2 SMG അല്ല നമ്മുടെ MP5 കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവൻ സാൻഡിനായതുകൊണ്ടാണ് എനിക്ക് പേടി ഗൈസ്, അവന് മാറിപ്പോയാലോ. അപ്പോൾ കറക്റ്റ് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു നോക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് എനിക്ക് നല്ലൊരു അടി കിട്ടുക ഗൈസ്. എവിടെന്നോ SKS ആണെന്ന് തോന്നുന്നു. എൻ്റെ മോനെ SKS M590 ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എടുക്കാതെ ഇരുന്നിട്ടില്ല ഗൈസ്, സത്യം പറയാലോ. ഇതൊക്കെ കണ്ടാൽ ഞാൻ ഉറപ്പായി എടുക്കുന്നതാണ്. ഇന്ന് ചാലഞ്ച് ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് അകത്ത് വേറെ SKS ഞാൻ എടുക്കാൻ ആഗ്രഹിക്കാത്ത സമയത്ത് എല്ലായിടത്തും ആ ഗണ്ണുണ്ട് ഗൈസ്. അത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ ഇതേ നമ്മുടെ ലെവൽ ബാഗ് 3 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കണം. ലൂട്ട് ബോക്സിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്കത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ബൂട്ട് പേക്കറും MP40. എൻ്റെ മോൻ അവൻ ഇവയെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അല്ലാണ്ട് പിന്നെ ഇതൊക്കെ എടുക്കണമെങ്കിൽ എൻ്റെ മോൻ അത് നല്ലൊരു കോംബോ കേട്ടോ, ബൂട്ട് പേക്കറും MP40. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു എനിമീനെ ഞാൻ സ്പോട്ട് ചെയ്തു ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കിട്ട് ഇവിടെ നേരത്തെ അടി കിട്ടിയ മേളിലുണ്ട് ഗൈസ്, മേളിലുണ്ട്. ഇതേ സൈഡിലും ഉണ്ട്. സൈഡിൽ കൂടെ ഒരു വൂക്കവും കൂടുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവനെയും തീർക്കണം, മേളിൽ നിൽക്കുന്നവനും തീർക്കണം. അപ്പോൾ അവനെൻ്റെ ടീംമേറ്റ് നോക്കുമെന്ന് കരുതി ഞാൻ ഇപ്പോൾ മേളിൽ നിൽക്കുന്നവനെ നോക്കാം ഗൈസ്. കാരണം സൈഡിൽ നിൽക്കുന്നവനുണ്ട്. അവൻ നോക്കിയിട്ടില്ല, അവൻ തീർത്തെന്നാണോ എനിക്കറിയത്തില്ല. അപ്പോൾ നല്ല അടി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നല്ല തുറന്നു കൊടുത്തവന് ഞാൻ നല്ല നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. അവൻ ഡിമിട്രി ഇട്ട് എൻ്റെ ടീമേറ്റാണ് ഇട്ടെന്നറിയില്ല. അപ്പോൾ അതേ വേറെ എടുത്ത്. അപ്പോൾ അവനായിട്ട് ഒരു ഹെഡ് ഷോട്ട് അടിച്ച് ഞാൻ നോക്കാക്കി തീർത്ത് ട്രിപ്പിൾ ടേക്ക് ഡൗൺ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി അവൻ്റെ ലൂട്ട് എന്താണെന്ന് കൊണ്ട് അവനും SKS ഗൈസ്. ഇന്നിപ്പോൾ SKSൻ്റെ മഴയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മെഡിക്കറ്റ് അടിക്കട്ടെ എന്ന് എഴുതി മെഡിക്കറ്റ് അടിക്കുകയാണ്. 10 മെഡിക്കറ്റ് ഉണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഒരു മെഡിക്കറ്റ് അടിച്ചു. ഇനി രണ്ടാമത്തെ മെഡിക്കറ്റിന് അടിക്കണ്ട, അത് തന്നെ നമ്മുടെ കെയറോസിൻ്റെ പവറാണല്ലോ. അപ്പോൾ കെയറോസ് കൂട്ടി തന്നോളൂ. പിന്നെ എനിമീസിനെ നോക്കുക എന്നതാണ് എൻ്റെ വേറൊരു പണി. അപ്പോൾ നേരത്തെ ഇവിടെ കണ്ട ഒരു എനിമി ഉണ്ടായിരുന്നില്ല ഗൈസ്, അവൻ വൂക്കോങ്. അവൻ എവിടെ പോയി എനിക്ക് ഒരു പിടിയില്ല ഗൈസ്. നമുക്ക് ചെന്ന് നോക്കാമെന്ന് എഴുതി ഞാൻ കയറി ചെല്ലാണ്. അവനെ തീർത്തൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഹെയറും വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെസ്റ്റൊക്കെ ഒന്ന് മാക്സിമം ആക്കിയിട്ടുണ്ട്. ഇവൻ്റെ ഇത് പൊട്ടിയിട്ടുണ്ട് ഗൈസ്, ഗ്ലൂ വാൾ ഇപ്പോൾ പൊട്ടും. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് P90 ബൈസോണൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ VSSൻ്റെ അത്ര നന്നായിട്ട് അടിയൊന്നൊരു കണ്ണുമില്ല ഗൈസ്, സത്യം പറയാലോ. കാര്യമായിട്ട് എങ്ങനെയാണെങ്കിലും പക്ഷേ എനിക്ക് BRൽ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് അടിക്കാൻ പറ്റുന്ന M590 SKS ആണ് ഗൈസ്. അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹെഡ് ഷോട്ട് അടിച്ച് തകർക്കും. ഞാനപ്പോൾ ഒരു ഇതിടാൻ ഗൈസ്, ഞാൻ ഒരു വേൾഡ് റെക്കോർഡ് തകർക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ കില്ലടിച്ചേക്കുന്ന റെക്കോർഡാണ്. ഇതേ ഗൈസ് വേറെ ഒരുത്തം നിൽക്കണത്, 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് അവനെ ചെന്ന് അടിക്കാൻ പറ്റുമോ നോക്കാം. ഫ്രണ്ടാക്കാൻ നോക്കി നടന്നില്ല, അവൻ കണ്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു പൂക്കം കയറിയാണ് ഗൈസ്. അപ്പോൾ അവനിട്ട് ഒരു ഹെഡ് ഷോട്ട് അടിച്ച് തീർത്തിട്ടുണ്ട്. മറ്റവൻ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ അവനിട്ട് നല്ലത് കൊടുത്ത് അവനെ നോക്കാക്കി. അപ്പോൾ ആരോ ഗ്ലൂ ആയിട്ടുണ്ട്. അവന് നല്ലൊരു ഹെഡ് ഷോട്ട് നോക്കടിച്ചിട്ടും കൊടുത്തു. പെൻറ്റാറ്റിക് ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. അവൻ്റെ M8087. എൻ്റെ മോനെ ഇതൊക്കെ കാണാനായിട്ട് എനിക്ക് കൊതിയാവുന്നു. എന്നാലും ഇപ്പോൾ ബൂയി അടിച്ചാലേ പറ്റുള്ളൂ. ചലഞ്ച് നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കും ഗൈസ്. അതിനുള്ള തെളിവായിട്ട് ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ അനിയനും കസിൻസും തരുന്ന ചലഞ്ച് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ തന്നു നോക്കും, നിങ്ങളുടെ ചലഞ്ച് ഞാൻ ചെയ്യാം. ഒരുത്തൻ ചലഞ്ച് വന്നിട്ടുണ്ട്, അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും ഗൈസ്. എനിക്കിങ്ങനെ ചിലവരൊക്കെ ചലഞ്ച് തരുമ്പോൾ അത് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അത് ചെയ്തിരിക്കും. ഞാൻ 2-3 പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മെഡിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ എനിമിയുടെ ഫുഡ് സ്റ്റെപ്പൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോകണോ? അവിടെ നിൽക്കുന്നുണ്ട് ഒരുത്തൻ, ഇപ്പോൾ കയറിപ്പോയതുള്ളൂ ഗൈസ്, അവിടെ നിന്ന് ചാടി. അപ്പോൾ നമുക്ക് അവനെ പോയി കാച്ചാം ഗൈസ്. നമ്മൾ ഇനി പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ട്. പുറകിൽ നിന്ന് ഒരുത്തൻ അടിച്ച് ഗൈസ്. അപ്പോൾ ദേണ്ട ഒരുത്തൻ. അപ്പോൾ അവനിട്ട് നല്ല കൊടുത്ത് അവനെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടീമേറ്റ് നോക്കായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അവനെ രക്ഷിക്കാൻ പോയപ്പോൾ എനിക്കിട്ട് തന്നെ പണി കിട്ടി. അപ്പോൾ ഞാൻ സൂപ്പർ മെഡിക്കറ്റ് അടിച്ച് ഒന്ന് റെഡി ആവുകയാണ്. എൻ്റെ ടീമേറ്റിനെ നോക്കാക്കി. ഇനി നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പുറകിൽ നിന്ന് അടി കിട്ടുമെന്ന് എനിക്ക് പേടിയുണ്ട് ഗൈസ്. എനിക്ക് പുറകിൽ നിന്ന് ഒരു അടി കിട്ടിയായിരുന്നു. അപ്പോൾ ഒരുത്തൻ ദേണ്ട നമ്മുടെ സ്ലൈഡ് ഉപയോഗിച്ചു തന്നെ. അപ്പോൾ സ്ലൈഡ് ഉപയോഗിച്ച് ആ വീട്ടിൽ കയറിയിട്ടുണ്ട് ഗൈസ് അവന്. പിന്നെ വേറെ ഒരുത്തൻ കറങ്ങി വരുന്നു. അപ്പോൾ VSS കൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവനെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ് ഞാനവിടെ.
അപ്പോൾ ഇനി അവനെ തീർക്കാൻ പോലാണ് കഷ്ടപ്പാട്. ഓ, പുറകിൽ നിന്ന് അടിച്ച് സൈഡിൽ നിന്ന് അടിച്ച് എൻ്റെ പൊന്ന് മോനെ, കളി തീർന്നെന്ന് തോന്നുന്നു ഗൈസ്. എൻ്റെ ടീമേറ്റ് റിവൈവ് ആക്കിയില്ലെങ്കിൽ എൻ്റെ കളി തീർന്നു. 22 കില്ലുണ്ട്. ഓ, ബിഗ് ഡെസിക്ക് അടിച്ച് ഗൈസ്. അവനെ കില്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവനെ റിവൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓ, സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ ഇനി ആര് റിവൈവ് ചെയ്യും ഗൈസ്? ഇവൻ റിവൈവ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല ഗൈസ്. ഇനി ഇവർ പോയി മുഞ്ചിയ എൻ്റെ കളി ഇവിടെ തീർന്നു ഗൈസ്. എൻ്റെ പൊന്നു മോനെ, ഞാൻ ഇത്രയും കില്ലെടുത്തതും ഇത്രയും വായിട്ടടിച്ചതും വെറുതെ ആയോ ഗൈസ്. അപ്പോൾ ഒരുത്തന്നെ എസ്കേസും കൊണ്ട് എന്തൊക്കെയല്ല, വുഡ് പെക്കറും കൊണ്ട് നോക്കൊക്കെ ഇട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കിപ്പോൾ ബൂയി അടിക്കാനായിട്ട് എന്നെ ഇപ്പോൾ ആരെങ്കിലും പൊക്കിയിട്ട് ഞാൻ ബൂയി അടിച്ച് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഈ അക്ഷയ് റോയ്, അവൻ ടീമായി പോയിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് നോക്കാം ഇവൻ നമ്മളെ പൊക്കി വിടുമോന്ന്. പൊക്കി വിട്ടാൻ അവൻ തിരിഞ്ഞു പോകണം ഗൈസ്. ഒന്ന് പുറകോട്ട് പോകുന്ന റിവൈവ് ചെയ്യടാന്ന് ഞാൻ പറയാത്ത നിമിഷങ്ങളില്ല ഗൈസ്. എൻ്റെ മൈക്ക് നോക്കി നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് ചലച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചതാണ് ഒരു ബൂയി അടിക്കണമെന്ന്. ഗൈസ്, ഒരു വെൻഡിങ് മെഷീൻ്റെ അടുത്തേക്കാണ് അവൻ പോകുന്നതെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ വന്നു ഗൈസ്. പിന്നെ അവൻ ഇറങ്ങിയപ്പോൾ എൻ്റെ പ്രതീക്ഷ മൊത്തം പോയി. ഓക്കെ ഗൈസ്. അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഗൈസ്, കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അവൻ ഒന്നെങ്കിൽ എന്നെ പൊക്കിയിടുക, 2 പേരിനൊക്കെ ആയിട്ടുണ്ട്. ഞാനും വേറൊരുത്തിനും പൊക്കി വിട്ടാൽ മോനെ ബൂയ എൻ്റെയാണ്, വേറെ ആരും അടിക്കാണ്ടിരുന്നവനെ. യെസ്, ഞാൻ ഇവിടെ റിവൈവ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ലൂട്ട് നോക്കിയാണ് ഞാൻ ഈ പോകുന്നത്. കാരണം ഇതിനകത്താണ് എൻ്റെ എല്ലാം. കാരണം ഞാൻ VSSും വാങ്ങിച്ച് MP5 മാക്സും ആക്കിയതാണ് ഗൈസ് അതിൻ്റെ അകത്ത്. പിന്നെ P90 SMG ആണ്, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ എൻ്റെ ലൂട്ട് സേഫ് സോണിനകത്താണ് ഗൈസ്. സേഫ് സോൺ ഇപ്പോൾ നല്ല പവറുണ്ട്. കാരണം ലാസ്റ്റ് സോണായിട്ടുണ്ട്. 15 അലൈവും കൂടി ഉള്ളൂ. ഒരുത്തന്നെ റിവൈവൊക്കെ വിട്ടു. അപ്പം തന്നെ തീർന്നു. 14 ലൈവ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരുത്തൻ ലോഞ്ച് പാഡൊക്കെ ഇട്ടിട്ടുണ്ട്. ലോഞ്ച് പാഡ് ഇടാമെന്ന് കരുതിയാണ് ഞാൻ നിന്നത്. എന്നാലും നന്നായിട്ട് ജീവൻ കുറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ലൂട്ട് നോക്കിയിട്ട് ഇതല്ല എൻ്റെ ലൂട്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാനാ, എൻ്റെ ലൂട്ട് അവിടെ എങ്ങാണ്ടാണ് കിടക്കുന്നത്. വുഡ് പെക്കറൊന്നും ഞാൻ എടുത്തല്ല ഗൈസ്. അപ്പോൾ MP5ഉം P90 കയ്യിലിരിക്കട്ടെ എന്ന് എഴുതി പോവായിരുന്നു. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഇൻഹീലർ കുറച്ചുണ്ട്, ഇൻഹീലർ അടിച്ച് കയറാം. അല്ലാണ്ട് ഇപ്പോൾ ലോഞ്ച് പാഡ് ഇട്ടിട്ട് അങ്ങോട്ടെങ്ങാനും പോയാൽ കറക്റ്റ് സേഫ് സോണ്ട് ഇവിടെ തന്നെ ഒന്നും നിൽക്കും. അപ്പോൾ അത്ര സമയം പോവില്ലേ. അപ്പോൾ ഇൻഹീലർ തന്നെ അടിച്ചിട്ട് കയറാം. പിന്നെ എൻ്റെ ടീമിൽ നോക്കായിട്ടുണ്ട് ഗൈസ്. അക്ഷയ് റോയൽ എന്ന് പറഞ്ഞവൻ നോക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് മെഡിക്കറ്റ് അടിച്ച് കയറി ചെല്ലാണ്. ഇത് ബോയി അടിക്കും ഗൈസ്, എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. അപ്പോൾ 4ാമത്തവൻ അക്ഷയ് റോയൽ എനിക്ക് ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ ചെന്നൊന്ന് പൊക്കണം. ഇപ്പോൾ പൊക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം അവനിപ്പോൾ അങ്ങോട്ട് തന്നെയാണ് പോയേക്കുന്നത്, വെൻഡിങ് മെഷീൻ്റെ അടുത്തേക്ക്. ഞാൻ ഇപ്പോൾ മൈക്ക് ഓഫാക്കി ഗൈസ്. കാരണം എനിക്കതൊരു, ഞാൻ പറയുമ്പോൾ മാത്രം എനിക്ക് മൈക്ക് ഓണാക്കിയാൽ മതിയല്ലോ. ബാക്കിയുള്ളവർ പറയുമ്പോൾ എനിക്കൊരെന്തോ ഇറിറ്റേഷൻ പോലെയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളവരെ ചെന്ന് തീർക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ 2-3 ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ടീമേറ്റിനെ അവൻ റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവനൊക്കെ തീർക്കുമെന്നാണ് പ്രതീക്ഷ. തീർത്ത് എനിക്ക് ബൂയി അടിക്കണം. അതെങ്ങനെയെങ്കിലും അടിച്ചാൽ മതി ഗൈസ്. ഇനി 11 ലൈവും കൂടി. 11 - 4 എത്രയെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. നമുക്കിപ്പോൾ അത്ര സമയമൊന്നുമില്ല എല്ലാം എണ്ണാൻ. 10 പേരായിട്ടുണ്ട് ഗൈസ്. ഇനി 6 പേരും കൂടി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഒരുത്തന്നെ ഞാൻ ഫ്രണ്ടിൽ കണ്ടു ഗൈസ്. അപ്പം നിങ്ങൾ കണ്ടു ഗൈസ്, അവൻ അവിടെ നിന്ന് ഗ്ലൂ വാളിൽ നിൽപ്പുണ്ട്. അപ്പോൾ അവനെ തീർത്തൊന്ന് നോക്കാക്കിയിട്ടുണ്ട്. എന്നാലും കയറി ചെല്ലണ്ടേ. അപ്പോൾ അവനെ നമ്മുടെ ടീമേറ്റ് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരുത്തന്നെ ഞാൻ റിവൈവ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിപ്പോൾ എങ്ങനെയെങ്കിലും അപ്പം തന്നെ വേറെ ഒരുത്തൻ ചത്ത്. അപ്പോൾ ഇനി കാശ് എടുത്തിട്ട് നമുക്ക് വേറെ ഒരുത്തനും കൂടി റിവൈവ് ചെയ്യണ്ട ഗൈസ്. അപ്പോൾ 600 ആവും, അല്ല 500 ആയിട്ടുള്ളൂ ഗൈസ്. അവനെ റിവൈവ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഈ ബംഗാളികൾ മൈക്ക് ഓണാക്കി വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. ഹെൽപ്പ് മീ എന്നാണെന്ന് തോന്നുന്നു. എനിക്കും ബംഗാളിയൊന്നും അറിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് ഓഫാക്കി വെച്ചേക്കുന്നത്. കാരണം അവരിങ്ങനെ ബലബലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഗ്ലൂ ആണ് ഗൈസ്. അപ്പോൾ വെറുതെ ചെന്ന് മൂഞ്ചണം. ഞാൻ ബോയി അടിക്കാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ ചെന്ന് മൂഞ്ചിട്ട അവരിങ്ങോട്ട് വന്ന് മൂഞ്ചിക്കോളും. അതാണ് എൻ്റെ ഒരു ടാറ്റിക്സ്. അപ്പോൾ ഇവിടെ ഒരു എനിമിയുണ്ട് ഗൈസ്. എൻ്റെ കൂട്ടുകാരന് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ മണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് അവന്. അപ്പോൾ അവൻ അടിച്ച് തീർത്തെന്ന് തോന്നുന്നു. യെസ്, നോക്കാൻ കിട്ടുന്നുണ്ട് ബുക്കിങ്ങനെ. അപ്പോൾ ഇനി 7 പേരുള്ളൂ ഗൈസ്. എൻ്റെ മോനെ 7 പേരും കൂടി ഉള്ളൂ. അപ്പോൾ ഇത് എനിമിയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ ചാടി തന്നെ ടീമേറ്റാന്ന് എഴുതി ഒന്നും ചെയ്യാണ്ടിരുന്നത്. എൻ്റെ പൊന്നു മോനെ, അത് ടീമേറ്റ് അല്ലായിരുന്നു. അപ്പോൾ അവനെ ഈ ഗ്ലൂ വാളിൻ്റെ അകത്തെ കൂടെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ് എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഇനി അവൻ്റെ ലൂട്ട് എടുക്കുക എന്നതാണ് നോക്കേണ്ടത്. 5 സൂപ്പർ മെഡ് SVD ഒക്കെ എടുക്കാൻ കൊതിയാവുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഇവിടെ തോംസൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ എനിമിയുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് അടി വാങ്ങിക്കണോ എന്നൊരു സംശയമുണ്ട്. അന്നേരം ദൈവത്തും കയറിന്
നല്ലൊരെണ്ണം കൊടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ ഓറിയോൺ ഇട്ട് അവനെ നോക്കാക്കി, അവനെ കാച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ടീമേറ്റ് അവനെ നോക്കാക്കിയായിരുന്നു. എൻ്റെ ജീവൻ എൻ്റെ പൊന്നോ, സേഫ് സോൺ ഒടുക്കത്തെ പവറാണ്. സേഫ് സോണിൻ്റെ ഉള്ളിൽ അങ്ങനെ പെട്ടുപോയാൽ ചെയ്തു തന്നെ. അപ്പോൾ എൻ്റെ കൂട്ടുകാരനൊക്കെ പിടിച്ചപ്പോണ്ട് ഇവിടെയാണെന്ന് നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇല്ല, അപ്പം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, എനിമി അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അടിച്ചില്ല, എനിക്ക് ജീവനില്ല ഗൈസ്. നമ്മുടെ ജീവൻ ഇപ്പോൾ വിലപ്പെട്ടാണ്, കാരണം പോയി അടിക്കാനുള്ളതാണ്. ഇനി 2 or 3 പേര്, 4 പേര് ലൈവാന്ന് തോന്നുന്നു. അല്ല, 4 പേര് ലൈവല്ല, കാരണം ഒരുത്തൻ നോക്കാണ്. പിന്നെ 5 പേരുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമ്മുടെ ടീമിനെ റിവൈവ് ഒക്കെ ഇട്ടുണ്ട്. ഇനി ഒരുത്തനും കൂടി ഉള്ളൂ എൻ്റെ മക്കളെ. അവനെ തീർത്താൽ ഞാൻ ബൂയി അടിച്ചു ഗൈസ്. അപ്പോൾ അവനെ തപ്പിയാണ് എൻ്റെ പോക്ക്. ഈ സേഫ് കൊണ്ടാകത്ത് എവിടെ നിന്നും കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ പൊന്ന്, സമുറായി വണ്ടിയിലാണ് ഗൈസ്. ഫ്രണ്ടിൽ സമുറായി വണ്ടിയിലെ കണ്ടു ഗൈസ്. പിന്നെ അവനെ തീർക്കണം. അവൻ ഗ്ലൂ വാളൊക്കെ ഇട്ടാണ് കയറി ചെല്ലുന്നത് ഗൈസ്. അവൻ എന്താണ് ഗൈസ് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. എൻ്റെ പൊന്നെ, അവൻ എനിക്ക് മൈനിട്ടൊക്കെ ഇട്ടാണ് പണി തന്നെ ഗൈസ്. ഈ ഓടുമ്പോൾ എങ്ങനെയാണ് മൈനറിന ഗൈസ്. അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്ന ഞാൻ അടിച്ച് ടീം വൈപ്പ് ഔട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ബൂയി അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബൂയി അടിക്കുമെന്ന് പറഞ്ഞ് അടിച്ചിരിക്കും. അതൊന്ന് ചലഞ്ച് വെച്ചിട്ട് ഹീറോയ്ക്ക് ഇനി 15 സ്റ്റാറും കൂടി മതി ഗൈസ്. അപ്പോൾ ഇവിടെ 60+ ആയിട്ട് ഇനി 15 വേണം. 2 ബൂയ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. സ്ട്രൈക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. താങ്ക് യു ആൻഡ് ബൈ.